സഞ്ജു ടെക്കി കാറ് പൂള്. സഞ്ജു ടെക്കി കാറ് എപ്പോഴും ഒരു ഇഷ്യൂ ആണോ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഞ്ജു ടെക്കി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. സോ കാർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ ചെയ്യാറുണ്ട്, ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ കാറ് സഞ്ജു ടെക്കിൻ്റെ ഒരു മെയിൻ കോണ്ടൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പല വീഡിയോസിനും സഞ്ജു ടെക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്, ചില സമയങ്ങളിൽ ഞാൻ വിമർശിച്ചിട്ടുമുണ്ട്. സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബുള്ളൊരു ആളാണ്. നമ്മൾ പേഴ്സണലി സംസാരിച്ചാലും നമുക്ക് മനസ്സിലാവും സഞ്ജു ഒരു അങ്ങനത്തെ ഒരു വൈബാണ്. നമ്മൾ എന്ത് അതൊന്നും വിഷയമല്ല, ആ ഒരു കൂൾ സാധനമാണ്. ഇപ്പോൾ ഞാൻ ബിഗ് ബോസിനകത്ത് പോയപ്പോൾ സഞ്ജു എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ബല്ലി സഞ്ജു ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ എടുക്കാൻ പോകുള്ളൂ. ആ സാധനങ്ങളൊക്കെ ടിക് ഫോർ ടാഗ്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു കൈൻഡ് ഓഫ് ഗിമിക്കും സാധനങ്ങളൊക്കെ തന്നെ അത്രയേ ഉള്ളൂ, അതൊക്കെ കൂടുതലൊന്നുമില്ല. അപ്പോൾ സഞ്ജുവിൻ്റെ ഇഷ്യൂ ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരിക്കുമ്പോഴാണ് ഉണ്ടായിരുന്നത്. കാറിനകത്ത് പൂളാക്കി അത് കണ്ടൻ്റാക്കി, അതും ആ ടാറ്റ മറ്റേ കാറിനകത്താണത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാറിന് ഇതിന് മുമ്പും ഇഷ്യൂസിലുണ്ടായിരുന്ന കാറ് ടാറ്റ സഫാരി. അപ്പോൾ അതിങ്ങനെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. സോ ആ വീഡിയോ വന്നതിന് ശേഷം ഓബിയസ്ലി വീഡിയോസിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി. കാരണം അത്രയും ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കായി അത്. MBD കേരള MBD ട്രാൻസ്പോർട്ട് എല്ലാവരും ഏറ്റെടുത്തു, മീഡിയാസ് ഏറ്റെടുത്തു, അത് എയറിലായി, അങ്ങനെ പോയി. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ ഒന്നുമായിട്ടൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. സഞ്ജു ടെക്കിയെ പൂട്ടാൻ MBD വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും, ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും, ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് ക്രിമിനൽ കേസെടുക്കും എന്നുള്ള രീതിയിലുള്ളൊരു അപ്ഡേറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കാറിൽ പൂളുണ്ടാക്കി അത് പബ്ലിക് റോട്ടിൽ ഇറക്കിയതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കേസല്ല. ഓക്കെ, ബിക്കോസ് പബ്ലിക് ന്യൂസൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അത് പബ്ലിക് ന്യൂസൻസ് തന്നെയാണ്. കാരണം ടെക്നിക്കലി ഒരു രീതിയിലും സേഫ്റ്റി നോക്കാതെ സീറ്റ്സൊക്കെ റിമൂവ് ചെയ്ത് സർക്യൂട്ടും വയറിങ്ങും ഒക്കെ ഉള്ള, അറിയാമല്ലോ നമ്മളെ കാറിൻ്റെ ഇനി എത്രത്തോളം അതിൽ ഇൻസുലേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ വലിച്ച് പറിച്ച് കളഞ്ഞ് ഒരു രീതിയിലെ സേഫ്റ്റിയും അതിൽ നോക്കാതെ അതിൽ വെറും ടാർപ്പായിട്ട് വെള്ളം നിറച്ച് പോകുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയുക, മണ്ടത്തരമാണ്. അത് സ്വയം റിസ്ക്കുമാണ്. ബാക്കി റോഡിൽ പോകുന്നവർക്ക് അതൊരു റിസ്ക് ഫാക്ടർ കൂട്ടുന്നൊരു പരിപാടി ചെയ്തുകൊണ്ട് അതിനോടൊട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേസല്ല. പിന്നെ യൂട്യൂബാണ്, ലൈഫ് സ്റ്റൈൽ കോണ്ടൻ്റാണ്. സോ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഏറ്റവും ക്ഷാമമുള്ളൊരു കാര്യം, ലൈഫ് സ്റ്റൈൽ വ്ളോഗറും കൂടി ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ള കാര്യം കണ്ടൻ്റാണ്. എന്നും മറ്റേ മീൻ മേടിക്കാൻ പോണതും അല്ലെങ്കിൽ ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നതും അങ്ങനത്തെ കോണ്ടൻറ് ഇട്ടൊരു കാര്യമില്ലല്ലോ. സോ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് തിങ് അതെപ്പോഴും ഒരാളുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗറിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് സഞ്ജു ടെക്കി അങ്ങനെ വേറെ ആരുടെങ്കിലും കോപ്പി ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ സഞ്ജു ടെക്കി തന്നെ അഡാപ്റ്റ് ചെയ്തൊരു സാധനമായിരിക്കാം. സഞ്ജു തന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് വേറെ കുറേ പേര് തല്ലി പൊട്ടിക്കാറില്ല, അത് ചെയ്യാറില്ല എന്നൊക്കെ കാണിച്ചിട്ട് മിസ്റ്റർ ബീസ്റ്റിനെയൊക്കെയാണ് കമ്പയർ ചെയ്ത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും സഞ്ജു ഈ ഒരു പ്രവൃത്തി ചെയ്തതിൽ എനിക്ക് പേഴ്സണലി ആ ഒരു പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഇതിന് മുമ്പ് സണ്ണി ലിയോൻ്റെയൊക്കെ ഫോട്ടോ ഒട്ടിച്ചിട്ടൊക്കെ സഞ്ജു കാറ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു, ഫുൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട്. സോ എന്താണെങ്കിലും MBD നമ്മുടെ കേരള സർക്കാർ, ഗതാഗത വകുപ്പ്, ഗതാഗത മന്ത്രി, എപ്പോഴും യൂട്യൂബ് പിന്നെ മീഡിയാസ് അറിയാമല്ലോ, യൂട്യൂബേഴ്സ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇത്തിരി കിട്ടിയാൽ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തിരിയല്ല ഇത്രയാണ് സഞ്ജു ടെക്കി ഇട്ട് കൊടുത്തത്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സഞ്ജു ടെക്കി വന്ന് അപ്ഡേറ്റ് ചെയ്യുന്നപ്പോൾ അവിടെ ഓഫീസർമാരെ ഫോൺ വിളിക്കുന്നത്, അവിടെ പോയി സംസാരിക്കുന്നത്, അതൊക്കെ ഒരു കൈൻഡ് ഓഫ് മാസ് സാധനമാക്കിയിട്ട് മാക്സിമം ആ കണ്ടൻറ്റ് മിൽക്ക് ചെയ്തിട്ട് എത്രത്തോളം അതിൽ നിന്ന് ട്രാക്ഷൻ എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കാനാണ് സഞ്ജു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം കളി ലെവൽ വിട്ട് പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജു ഇട്ടൊരു വീഡിയോ, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട് ഇതിനെക്കുറിച്ചിട്ട്. അതിൽ 1-2 കാര്യങ്ങൾ പറയുന്നത് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കണ്ടന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമ്മൾ കാറിനകത്ത് ഒരു റണ്ണിങ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെച്ചും റോഡൊക്കെ കൂടെ ഓടിച്ചിട്ട് പോയായിരുന്നു. അപ്പോൾ എയർ ബാഗും കാര്യങ്ങളൊക്കെ പൊട്ടിയായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് കുറേ ആൾക്കാർ വൻ കമൻസ് ആണ് താഴത്ത്, നിനക്ക് കാശിൻ്റെ കുത്തിക്കഴപ്പാണ്, കഴിച്ചതിൻ്റെ എല്ലിട കയറിയിട്ടാണ്, കഴപ്പാണ്, അതാണ് കാശ് കൂടിയതിൻ്റെയാണ്, ഈ കാശൊക്കെ വെറുതെ നിനക്ക് കിട്ടിയല്ല, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ്. പിന്നെ കുറേ എണ്ണമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നിന്നോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ, ഈ കാശെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എനിക്ക് വെറുതെ വഴിയിൽ നിന്ന് കിടന്ന് കിട്ടിയ മരം കുലുക്കിയപ്പോൾ വീണതൊന്നും അല്ല. ഇത് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് തന്നെയാണ്. അത് യൂട്യൂബിൽ നിന്ന്, എനിക്ക് വേറെ ജോബൊന്നുമില്ല, യൂട്യൂബ് തന്നെ എൻ്റെ പ്രൊഫഷനായി എടുത്ത് ഞാൻ ഈ 4 വർഷം കൊണ്ട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് ഈ കാറും എൻ്റെ വീടും എല്ലാം. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ കാശിൻ്റെ കഴപ്പാണെന്ന് പറയട്ടെ, ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതിൻ്റെ കഴപ്പും കാര്യങ്ങളൊന്നും അല്ല ഞാൻ കാണിക്കുന്നത്. ഇത് എൻ്റർടൈനിങ് കണ്ടൻറ്റാണ് ഞാൻ ചൂസ് ചെയ്യണം. ആസ് എ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എനിക്ക് കുറേ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാകും, ഞാനത് ചെയ്യും. കാരണം അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ കാശ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യും, എൻ്റെ വണ്ടി ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഞാനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ,
അപ്പോൾ സഞ്ജുടേക്ക് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാനും യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം ഈ പറഞ്ഞ രീതിയിൽ റവന്യൂ സോഴ്സ് കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ചോദ്യം ഭയങ്കരമായിട്ട് കുത്തും നമുക്ക്. ഇതിപ്പോൾ സഞ്ജു ടെക്കിൻ്റെ കേസിൽ ഇങ്ങനെ ചെയ്തപ്പോൾ നീ മറ്റേ പൈസേൻ്റെ കഴപ്പല്ലട കാണിക്കുന്നത്, എനിക്ക് മറ്റേത് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടല്ലടാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്തിട്ടാണോ നമ്മളോട് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സഞ്ജു ഇതിൽ പറയുന്ന കാര്യങ്ങൾ മേ ബി വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഡിഫെൻഡ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടാണ് സഞ്ജുവിനോട് നാട്ടുകാരിങ്ങനെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ സഞ്ജുവിന് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാമായിരുന്നു. ഇത് സ്വയം, അതായത് പൈസ നമ്മൾ ഉണ്ടാക്കുന്നു, ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ സ്വന്തം ലൈഫ് അത് റിസ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണ്ടത്തരമാണ്. അതേപോലെ തന്നെ പബ്ലിക് റോഡിൽ ഇറങ്ങി ബാക്കിയുള്ളവരുടെ ലൈഫും നമ്മുടെ കണ്ടൻറ്റിന് വേണ്ടി നമ്മൾ ബാക്കിയുള്ളവരുടെ ലൈഫും കൂടി റിസ്ക് ചെയ്യുന്നത് അതിലും വലിയ മണ്ടത്തരം. അപ്പം അത് ചെയ്തതിന് ശേഷം പിന്നെ ആൾക്കാർ വന്നിട്ട് ഇത് പൈസയുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ മറ്റേതാണോ എന്ന് ചോദിക്കുമ്പോൾ ബെറ്റർ ഞാൻ പറയുന്നത് ഈ ഫേസിൽ സഞ്ജു ടെക്കിക്ക് ഒന്ന് സൈലൻ്റായിട്ട് പോകുമായിരുന്നു ബെറ്റർ. ഇതിപ്പോൾ അതിന് പകരം ഓക്കെ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം കഷ്ടപ്പാടാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന്, കണ്ടൻറ്റ് ഇട്ടേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. സോ പുതിയ പുതിയ സാധനങ്ങൾ ഇടണം, അത് ചെയ്യണം. ഉണ്ടാക്കുന്നത് അനുഭവിക്കാനും കൂടി നമുക്ക് ജീവൻ വേണ്ടേ. അപ്പം ജീവൻ പോകുന്ന രീതിയിലുള്ള ഗിമിക്കുകൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ വണ്ടി നശിപ്പിക്കണം, അത് നശിപ്പിക്കണം, ഇത് നശിപ്പിക്കണം എന്നൊക്കെ പറയണ്ടല്ലോ. ഇന്റർനാഷണൽ ബ്ലോഗേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഓഹോ. ഇപ്പം മിസ്റ്റർ ബീസ്റ്റൊക്കെ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടിയൊക്കെ നശിപ്പിക്കണം, അവന്മാർ വണ്ടി തല്ലിപ്പൊട്ടിക്കണം, അതിൻ്റെ മുഖത്ത് കല്ലിടണ്, വണ്ടി കത്തിക്കണ്. നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്താ. നമ്മൾ വണ്ടിയുടെ അകത്തൊരു പൂളുണ്ടാക്കി വെച്ചു, ഒരു സംഭവം ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്താണ്. ഇത് ഞാൻ മാത്രമല്ല, കുറേ വ്ളോഗേഴ്സും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ മാക്സിമം എല്ലാ സേഫ്റ്റി നോക്കിയിട്ട് വണ്ടിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ 20 to 30 കിലോമീറ്റർ റേഞ്ച് സ്പീഡിലാണ് പോകുന്നത്. കാരണം നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ ഓൾറെഡി ആ വെള്ളം ലീക്കാവും. പിന്നെ ആകെ ഒരു റോങ് ആയിട്ടൊരു സാധനം തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ഇടക്ക് വെച്ചിട്ട് വെള്ളം കവിഞ്ഞിട്ട് സൈഡിലോട്ട് ഇങ്ങനെ നിറഞ്ഞ് വീണായിരുന്നു. അപ്പോഴാണ് എയർ ബാഗ് പൊട്ടിയത്. സത്യം പറഞ്ഞാൽ എയർ ബാഗ് പൊട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എയർ ബാഗ് പൊട്ടിയപ്പോൾ കാരണം വെള്ളം നിറഞ്ഞുകൊണ്ടാണല്ലോ ഇത് പൊട്ടിയത്. അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ അഴിച്ചു വിട്ടാണ് ആ വെള്ളം. കാരണം അവിടെ വെച്ച് അങ്ങനെ വണ്ടി അങ്ങനെ സ്റ്റക്കായി പോയിരുന്നെങ്കിൽ അത്രയും ബ്ലോക്ക് ആയിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എൻട്രൻസും എക്സാമും കാര്യങ്ങളും നടക്കാൻ ഓൾറെഡി റോഡ് ബ്ലോക്കാണ്, നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ബ്ലോക്കായ സമയത്ത് നമ്മൾ വണ്ടിയുടെ അകത്തുള്ള വെള്ളം അഴിച്ചു വിട്ടു. വേറെ ഒന്നുമല്ല, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന എഴുതി നൈസായിട്ട് അഴിച്ചു വിട്ട് അത് കഴിഞ്ഞ് അവിടുന്ന് പോകുമായിരുന്നു ചെയ്തു. ഈ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ എനിക്ക് കിലുക്കത്തിലെ രേവതി ചേച്ചി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ, തല തല്ലി പൊട്ടിച്ചു, ചട്ടിയെടുത്ത് അടിച്ച് പൊട്ടിച്ചു, ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ. അതുപോലുള്ളൊരു എക്സ്പ്ലനേഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ. മിസ്റ്റർ ബീസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ വ്ളോഗർ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വണ്ടി അടിച്ച് പൊട്ടിക്കുന്നതും ട്രാഷ് ചെയ്യുന്നതും കുറേ സാധനങ്ങൾ, ബേൺ ചെയ്യുന്നതും കുറേ സാധനങ്ങൾ. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നൊരു ക്ലോസ്ഡ് ഫെസിലിറ്റി അല്ലെങ്കിൽ അവരവരുടെ സ്വന്തം പ്രോപ്പർട്ടിക്കകത്ത് അത്യാവശ്യം ഒരു കണ്ണടെങ്കിലും ഇടും, ഒരു സേഫ്റ്റി കണ്ണടെങ്കിലും ഇട്ടിട്ടാണ് ഈ സാധനം അവർ ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ വ്ളോഗേഴ്സിനെ അഡാപ്റ്റ് ചെയ്ത് നമ്മളെ നാട്ടിലേക്ക് കോണ്ടൻറ്റ് കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ കോണ്ടൻറ്റും നമുക്ക് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അമേരിക്ക അല്ല ഇന്ത്യ എന്നുള്ളത് വീണ്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസാണ്. സോ ചില കോണ്ടൻറ്റുകൾക്കൊക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ ഭയങ്കര സീനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐഷോ സ്പീഡ് ചെയ്യുന്നതിൻ്റെ ഒരു കോപ്പി വേർഷനാണ് തൊപ്പി ചെയ്യുന്നത്. തൊപ്പീനെ എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, രേവതി ചേച്ചി എൻ്റെ കിൽക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത്രയും ചെയ്തുള്ളൂ, ഞാൻ എൻ്റെ ചട്ടി അടിച്ച് പൊട്ടിച്ചു, ഒരാളെ തലയടിച്ച് പൊട്ടിച്ചു എന്നുള്ള ലെയിം എക്സ്പ്ലനേഷൻ പോലെ ഈ സാധനം എനിക്ക് ഫീൽ ചെയ്തു. ബെറ്റർ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു സഞ്ജുവിൻ്റെ കേസിൽ ഈ ഒരു എസ്കലേഷൻ പോവില്ലായിരുന്നു. അത് വലിയ രീതിയിൽ ഈ ലൈസൻസ് കട്ടാക്കുന്നതോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന രീതിയിലോ ഈ സാധനം പോവില്ലായിരുന്നു. പത്രമാധ്യമങ്ങളെയും ബാക്കി നിയമത്തിനെയൊക്കെ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലോ ഒരു രീതിയിൽ സാധനം നമ്മളെ കയ്യിൽ നിന്ന് പറ്റി അതവർ ചൂണ്ടിക്കാണിച്ചു, ഐ എം സോറി ഫോർ എവറിത്തിങ്, ഇനി ഇങ്ങനത്തെ സാധനം ചെയ്യില്ല എന്നാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു ഈ സംഗതി. പക്ഷേ ഇത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ആ വിഷയം. ഇനി ഗതാഗത മന്ത്രി ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിൻ്റെ കക്കൂസ് കഴിക്കണം, പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. കാരണം എന്താണെന്നോ, പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഇട്ട് നീന്തണ്ടായില്ല, വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത്. MD ഒന്നും വെല്ലുവിളിക്കേണ്ട,
പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട. MED വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി 10,000 കൂടി. ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് റീച്ച് കൂടി ഒരു അനിയൻ. യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്സ്. കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം നിയമലംഘനം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമാണെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. ഇതേ ഗതാഗത മന്ത്രി ഞാൻ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിൻ്റ് ചെയ്ത് ലൈസൻസും RC ബുക്കും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. ആ കാര്യത്തിൽ ബബ്ബ ആയിരുന്നു എന്ന് ഗതാഗത മന്ത്രി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ ക്ലിയർ ആയോ, എല്ലാവർക്കും കിട്ടിയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കുറച്ച് കാലം ഇങ്ങനെ അകത്തായിരുന്നല്ലോ ഇവിടെ. കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്. പിന്നെ ഈ പറയുന്ന ഗതാഗത മന്ത്രി കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വയ്ക്കുന്നത്. ഇന്ന് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ. ഒരു പയ്യൻ ബസ്സിൽ നിന്ന് വീഴാൻ പോകുമ്പോൾ കണ്ടക്ടർ കറക്റ്റ് ടൈമിൽ കൈ പിടിച്ച് വലിച്ച് മിന്നൽ മുരളിയല്ല, മിന്നൽ കണ്ടക്ടർ, സൂപ്പർ ഹീറോ, ആ ഒരു സാധനം. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീലായൊരു കാര്യം വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റോഡിൽ ഓടുന്ന പല ബസ്സുകൾക്കും ഇപ്പോഴും ഈ അരഡോറും ഒരു കുറ്റിയും ഒരു കുളത്തും അതിൻ്റെ മുകളിലൊരു കയറും തുരുമ്പും ഫിറ്റ്നസ്സൊക്കെ ഇതിനും കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊന്നും നോക്കാറില്ലേ? ഇതൊക്കെ മാറി, ഇതിനൊക്കെ കുറേ മാറ്റം വരണം. കാരണം നമ്മളിതിനൊക്കെ ടാക്സും വാങ്ങി, ഇല്ലെങ്കിൽ റോഡിൽ നമ്മൾ കാശും കൊടുത്ത് പോകുന്ന ബസ്സാണെങ്കിലും സാധനമാണെങ്കിലും ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഇറങ്ങി വന്ന് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുപോവാ, നാട്ടിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുപോവാ. പിന്നെ എല്ലാ പൗരനും നിയമം കൃത്യമായി പാലിക്കണം എന്നുള്ളത് അത് ചെയ്യണം നമ്മൾ. കാരണം അങ്ങനെയാണ് നമ്മളൊരു കറക്റ്റ് പൗരനാവുന്നത്. ഇനി നിയമലംഘനം കണ്ണിൽ കണ്ടാൽ അപ്പം പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഇടപെടുന്നൊരു ഗതാഗത മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ഇപ്പോഴത്തല്ലേ കഴിഞ്ഞ്, നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കാനും നിങ്ങൾക്ക് വേണ്ടി റോഡിലിറങ്ങിയ ആളുകളും നിയമം പാലിച്ചിട്ട് തന്നെ ആയിരുന്നു അന്ന് റോഡിൽ വണ്ടി ഓടിച്ചതും റോഡിൽ കൂടി പോയതൊക്കെ. അന്ന് ഈ പറഞ്ഞ യഥാർത്ഥമായിട്ടുള്ള പൗരൻ എന്ന് പറയുന്നത് നിയമം പാലിക്കുന്ന ഒരാളാണ്. നിയമലംഘനം കണ്ടാൽ രോമം നീച്ചുക്കെന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അന്ന് കണ്ണടച്ചോ? ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണടച്ചോ? ക്യാമറ ചത്തോ വന്ന്? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിയമം തെറ്റിച്ച് പുറത്തിറങ്ങിയാലും നിങ്ങൾക്ക് വിഷയമല്ല. അതല്ല സ്കീം. ഇപ്പം ഞാൻ ഇവിടെ ഒരു സൈഡിലൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ ആഹ്ലാദപ്രകടനമാണ് എന്ന്. അതാണെങ്കിൽ ഇത് കണ്ടപ്പോൾ മനസ്സിലായത്. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു റീൽ വീഡിയോ ആണ്. അപ്പോൾ വണ്ടിയിൽ അവരതിൻ്റെ ഫ്ലക്സും ഷാഫീൻ്റെ ഫ്ലക്സൊക്കെ വെച്ച്, പിന്നെ വണ്ടീൻ്റെ മുകളിൽ പടക്കം വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ മുകളിലേക്ക് ആകാശത്തേക്ക് പടക്കം ഷൂട്ട് ചെയ്തിട്ടാണ്. സഞ്ജുടേക്ക് പൂൾ ഉണ്ടാക്കിയതുപോലെ തന്നെ ഗുരുതരമായുള്ളൊരു കാര്യമാണ്. ഓടുന്ന വണ്ടിയുടെ മുകളിൽ പടക്കം വെച്ച് അത് മുകളിലേക്ക് പൊട്ടുന്നുണ്ട്, പടക്കം ക്യാരി ചെയ്ത് വണ്ടി പോവാണ്. വണ്ടി ഒന്ന് ടിൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ നാട്ടുകാരെ നെഞ്ചത്ത് വീണ് പൊട്ടും, ഉറപ്പാണ്. ഇനി ഒന്നും വേണ്ട, ആ വണ്ടിയിനകത്ത് കുട്ടികൾ വരെ ഇരിക്കുന്നുണ്ട്. സോ അത് ചില്ലറ പരിപാടി എല്ലാവരെയും കാണിച്ചില്ല. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസാണ്. ഇതൊരു യൂട്യൂബർ അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിയില്ല ഇതിൽ നിയമ നടപടി എടുത്തിട്ടുണ്ടോ, ഇനി എടുക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ വണ്ടിയുടെ ആളുകളോടുള്ളൊരു ഹെയ്റ്റ് കൊണ്ടും അല്ല ഇത് ചെയ്യുന്നത്. ബട്ട് ഇങ്ങനൊരു കാര്യം കൂടിയും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യൂട്യൂബേഴ്സിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഒരു ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അവർ ചെയ്തത് തെറ്റാണ്, സഞ്ജുടേക്ക് ചെയ്തത് തെറ്റാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. സഞ്ജുടേക്ക് ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. മൂക്കിൻ്റെ തുമ്പത്ത് യൂട്യൂബേഴ്സ് മാത്രമുള്ള തെറ്റുകൾ ഓഡിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ എന്താ പറയുക സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകളെ സന്തോഷിക്കാൻ പാർട്ടി ജയിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ട് അവർ ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിൽ പാർട്ടിയും രാഷ്ട്രീയവും മിക്സ് ആയതുകൊണ്ട് ഇതിന് കണ്ണടയ്ക്കുന്നതാണോ? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഇത് മാത്രമൊന്നുമില്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ ആ ഇലക്ഷൻ ടൈമിലുള്ള വീഡിയോസ് ഞാൻ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറേ കുട്ടിക്കലാശം അടക്കം കുറേ സാധനങ്ങൾ ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. ട്രിബിൾസ് വെച്ചും ഹെൽമെറ്റ് ഇല്ലാതെയും പടക്കം പൊട്ടിച്ചും കൊടി തൂങ്ങിപ്പിടിച്ചും പല രീതിയിലുള്ള വണ്ടി മോഡിഫൈ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യം അവരുടെ ആവശ്യം വരുന്ന സമയത്ത് നിയമം വേറൊരു വഴിക്കും, അല്ലാത്ത സമയത്ത് പൊതുജനത്തിനും ബാക്കിയുള്ളവർക്കും നിയമം വേറൊരു വഴിക്കും. ഇന്ന് മെഡിക്കൽ കോളേജിലെ കക്കൂസ് എന്നൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ അത്രയും മോശമാണ്. അപ്പോൾ അത്രയും മോശമായ സ്ഥലം കഴിക്കാം എന്നുള്ളതായിരിക്കുമല്ലോ അങ്ങനെ പൊതുവെ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീലായത്. എന്താ സ്വന്തം അടുത്ത വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ കരിവാരിത്തേക്കാണോ ഗതാഗത മന്ത്രി ചെയ്യുന്നത്?
ആണെങ്കിലും കൊള്ളാം. ഞാൻ പറഞ്ഞു ഒരു തെറ്റ് സഞ്ജു ടെക്കിക്ക് പറ്റി, ആ തെറ്റിനെ സഞ്ജു ടെക്കി ന്യായീകരിക്കാൻ നോക്കി, അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തത് ഒന്നും കൂടി ഒന്ന് മാസ്സാക്കിയിട്ട് കുറച്ച് വ്യൂവർഷിപ്പും ട്രാക്ഷനും കൊണ്ടുവരാൻ നോക്കി. അത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ബെറ്റർ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്നൊന്ന് കുറഞ്ഞ് കിട്ടും. ഇനി അങ്ങനെ ഹൈക്കോടതി സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈസൻസും ഇല്ല, വണ്ടിയും പോയി, വല്ലാത്തൊരവസ്ഥയിൽ പോകേണ്ട ഒരവസ്ഥയാണ്. ആകെ കിട്ടാൻ പോണത് കയറി പോയാൽ എത്രയാണ് 5-6 വീഡിയോൻ്റെ റവന്യൂ മാത്രമേ കിട്ടൂ. അല്ലെങ്കിൽ ഈ പേരും പറഞ്ഞൊരു 3-4 വീഡിയോയും കൂടി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരും എടുക്കും, പിന്നെ ആ ഒരു കണ്ടൻറ്റ് തന്നെ പോയി കിട്ടും. പക്ഷേ ആ ഒരു 8-10 വീഡിയോ എന്ന് വരുന്ന റവന്യൂ മാത്രമേ കിട്ടൂ. പോയ ലൈസൻസോ ബാക്കി കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നുണ്ടാവില്ല. സോ ബെറ്റർ ഒരു സാധനം ആക്സെപ്റ്റ് ചെയ്യുക, മിണ്ടാതിരിക്കുക, അടുത്ത കണ്ടൻറ്റ് പിടിക്കുക, അതാണ് ഒരു ബെറ്റർ തിങ്. പിന്നെ ഈ ഗതാഗത മന്ത്രിയോട് പറയാനുള്ള അത്രയേ ഉള്ളൂ. സഞ്ജു ടെക്കി മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ മൂക്കുംതുമ്പത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ബസ്സിൻ്റെയൊക്കെ ഇവിടെ ഓടുന്ന പല ബസ്സിൻ്റെയും ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി, അപ്പോഴൊക്കെ വിവരം അറിയാം. അപ്പോൾ മീഡിയാസിനോടാണ് വേറെ പറയാനുള്ളത്, കൊല്ലാതെ വിടണം യൂട്യൂബേഴ്സിനെ. കയ്യിൽ എന്തെങ്കിലും കിട്ടി കൊല്ലരുത്.